ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൊഞ്ച് കറിയാണ്. ഞാനിത് പുരട്ടിയൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ പുരട്ടി വെച്ചപ്പം നിങ്ങളത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. അതിനകത്ത് ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ശരിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സോയാ സോസും കൂടെ ചേർത്ത് ഉപ്പുമായിട്ട് ഞാനത് പുരട്ടി വെച്ചിരുന്നത്. എന്നിട്ട് ഞാനത് എണ്ണയിൽ വറുത്ത് കോരാൻ പോവുക. നിങ്ങൾ കണ്ടോണം, നല്ല ടേസ്റ്റിയായ കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാനത് തിരിച്ചിടാൻ പോവുക. നമുക്ക് കുറച്ച് മൂപ്പ് മതി. അപ്പോൾ ഞാനത് തിരിച്ചിടാൻ പോവുകയാണ്. ഓരോന്നിങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് അത് തിരിച്ചിടുക. നമ്മുടെ മീൻ കൊഞ്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളതിനെ മാറ്റുകയാണ്. ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുക. അരിഞ്ഞ എല്ലാവരും കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും ആ ചട്ടി വയ്ക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫായിരുന്നു, നമ്മൾ കത്തിക്കുകയാണ്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമ്മളവിടെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സവാള ഒരു 3 എണ്ണം അരിഞ്ഞ് വെച്ച്, പച്ചമുളക്, ഇഞ്ചി കുത്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഗാർലിക്. ഗേസ്, നമ്മുടെ ഉള്ളി കണ്ട വഴന്ന് നല്ല മണമൊക്കെ ആയി ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളിനി ഓരോ സാധനങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി തീർന്ന്. മഞ്ഞൾപ്പൊടി ഇനി വാങ്ങിക്കണം. മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലിട്ട് നോക്കുക, കളർ എങ്ങനെയാണെന്ന് നോക്കണം. നോക്കി നമ്മളിട്ട് അത് കറക്റ്റായിട്ടുണ്ട്. അതിനെ നമ്മൾ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ വേണ്ടത് മുളക് പൊടിയാണ്. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അധികമായിട്ട്. മുളക് പൊടിയാണ് ഞാൻ 2 സ്പൂൺ ചേർക്കാൻ പോകുന്നത്. 2 3 നമുക്ക് എരിവിൻ്റെ എത്ര. ഹലോ ഗേസ്, നമ്മുടെ കറി എങ്ങനെ വെന്തു. കറിയിൽ നമ്മൾ വെന്ത കറി കണ്ട് ഡെക്കറേഷൻ ചെയ്യുകയാണ്. നമ്മൾ ചെറിയൊരു എന്താ പറയണേ, തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ചെറിയൊരു ഇത് ചെയ്യുകയാണ്. അത് ചെയ്തിട്ട് നമ്മൾ കറി വാങ്ങി വയ്ക്കാൻ പോവാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം വെക്കണം, ഇത് കറി വെച്ച് കഴിക്കണം, എല്ലാം ചെയ്യണം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.